അന്ന് പട്ടാളത്തിൽ ചേർന്ന സമയമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറി ദീർഘകാലം തൻ്റെ സഹോദരിയെയും മാതാവിനെയും അനുജന്മാരെയും നയിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ശാന്തമായി ശ്രമിച്ചു. വലിയ വലിയ കാര്യങ്ങളൊന്നും കൈമുതലായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ ഉള്ളതുകൊണ്ട് സംതൃപ്തനായി സന്തോഷത്തോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ബേബിച്ചായന് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെയും പറയുവാൻ പറ്റിയ ഒരു കാര്യമാണ്. ഈ തലമുറയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ മുതിർന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ബേബിച്ചായൻ. കുഞ്ഞുട്ടിച്ചായൻ ആചാര്യ കെ കൊച്ചുകോശി തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹവും ഇവിടെ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹം ദൈവശാസ്ത്ര രംഗത്ത് പഠനമൊക്കെ നടത്തുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയാണ്. ആദ്യമായി ഒരു പുതിയ നിയമം സ്വന്തമായി കുഞ്ഞുട്ടിച്ചായൻ വാങ്ങിച്ചത് ബേബിച്ചായൻ്റെ കയ്യിൽ നിന്നാണ്. മാരാമൺ മണക്കിൽ ഒരു സ്റ്റോളിൽ ബേബിച്ചായൻ ആ സമയത്ത് ആ ഒരു വേദപുസ്തക സംബന്ധമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ആദ്യമായി കുഞ്ഞുട്ടിച്ചായൻ്റെ വേദപുസ്തകം വാങ്ങിച്ചത് ബേബിച്ചായൻ്റെ കയ്യിൽ നിന്നാണ് എന്നുള്ളത് ഉച്ചയ്ക്ക് അദ്ദേഹം അനുസ്മരിക്കുകയുണ്ടായി. ഞങ്ങൾക്കൊക്കെ വളരെ മാതൃകാപരമായ ഒരു ജീവിതമാണ് ബേബിച്ചായന് ഞങ്ങൾക്കൊക്കെ നൽകിയത്. മിതഭാഷിയായ അദ്ദേഹം മൗനം കൊണ്ട് അനേകം കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. കണക്ക് പറയാതെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഒന്നിനും ഒരിക്കലും അദ്ദേഹം കണക്ക് പറയുന്ന ആളായിരുന്നില്ല. കണക്ക് പറയാനും എഴുതാനുമാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും മുതിരാതെ വളരെ ശാന്തനായി തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയിരിക്കുകയാണ്. സംതൃപ്തമായ ഒരു ജീവിതം, പരാതിയില്ലാതെ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ ഒന്നും ആർത്തിയോടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കാതെ സംതൃപ്തനായി കടന്നുപോയ തികഞ്ഞ ഒരു വിശ്വാസിയായിരുന്നു ഞങ്ങളുടെ ഈ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ളത് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും ബേബിച്ചായൻ്റെ ആത്മാവിനെ ദൈവം തമ്പുരാൻ പിതാക്കന്മാരുടെ സന്നിധിയിലേക്ക് എടുക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ കുടുംബത്തിന് ആശ്വാസം നൽകുവാൻ തക്കവണ്ണം നിങ്ങളേവരും പ്രാർത്ഥിക്കണമേ. ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെപ്പറ്റി കൂടെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഈ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ദൈവം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി എന്നുള്ളത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കുവാൻ കൂടെ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷ ദേവാലയത്തിലുള്ളത് ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുക തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കോറിലോസ് മെത്രാപ്പോലിത്താണ്. സഹകാർമ്മികരായിട്ടുള്ള എല്ലാ വൈദികരെയും ഈ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹവും കരുണയും ലോകങ്ങളൊന്നേക്ക് ചെറിയപ്പെടുമാറാകണമേ. കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായി വ്യർത്ഥലോകത്തിൽ നിന്നും മാറിയിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവ്
യോജിക്കുന്നതു കേട്ടേൻ. ബാറിക്കുമോ ബോലബുറോ വൽറൂഹോ കാദീശോ മനോലം വാദാമിൽ മൂലം വൽമീനാമീ. ഉത്തമനെ കരുണാപൂർണ ഭക്തരെ വിധി ചെയ്തിടരുതേ. ജീവിപ്പവരിൽ തിരുമുൻപിൽ കുറ്റം തീർന്നോരില്ലല്ലോ നാഥ. കൃപയാൽ അവരെ നീ ജീവിപ്പിക്കുദ്ധാനത്താൽ വാഴ്ത്തുന്നിത നിന്നെ ഞങ്ങൾ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാം ഇപ്പോഴും ഇടപെടാതെയും അർപ്പിക്കുവാൻ ഏഴകൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കപടങ്ങിയവരുടെ പുനരുജ്ജീവനവും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലകുന്യവുമോസോ ദഹായ ബാരയ്ക്കുമോർ കൃപയും സത്യവും വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും അത്രേ. നിന്റെ ദിവ്യദൃഷ്ടികളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ചിന്തകളും ഹൃദയാനുരൂപണങ്ങളും നിന്റെ മുൻപാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സലപുത്രനായ യേശു മിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. കർത്താവേ, നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകൾ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലതുകരം ഇവന് നീട്ടിക്കൊടുത്ത രണ്ടാമരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കര ഒളിവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധനാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകജാതന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേലുദിപ്പിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ച ജയമുള്ള സ്നേഹ ഇവനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമാക്കി തീർക്കണമേ. കർത്താവേ, നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ചന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരായ ഞങ്ങളെവരെയും യോഗ്യരാക്കണമേ. കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമാകുന്നുവല്ലോ. കർത്താവേ, നിന്റെ അഭിഷിക്തനുള്ള പ്രത്യാശ
ഞങ്ങൾക്ക് മുൻപായി നിന്റെ അടുക്കിലേക്ക് യാത്രയായി വരും. ഇവിടെ അവർ ശേഷിക്കുന്നവരായ വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവൻ പിശാചുകളുടെ ബലമേറിയ പിടിയിൽ നിന്നും അതുശര്യം വായുമണ്ഡലവാസികളുമായ വഞ്ചകളുടെ കൂട്ടിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാക്കണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ നിവാസസ്ഥലങ്ങളിലും ജീവനോടെ പട്ടണങ്ങളിലും വന്നു ചേരുമാറാക്കണമേ. ധന്യൻ മിശിഹാ വചനത്താൽ മൃതരെയുയർപ്പിപ്പോൻ തൻ കൽപ്പന പാലിപ്പോർക്കായി തേജോ വസനം നൽകിയിടും അവനെ രാജ്യത്തെതിരേൽപ്പാനവർ മേഘങ്ങളിലേറി വരും മധുരസ്വരത്തിൽ താൻ ചൊല്ലും വന്നേറി പ്രാപിച്ചിടുവീൻ കൽപ്പനകാത്തോർക്കായി മുന്നം ദാതൻ കരുതിയതാം രാജ്യം ബാറയ്ക്കുമോ മനവോലം വാദാമൽവോലം വൽമീനാമീൻ വർഷിക്കട്ടെ താതൻ താൻ ബാബേ മേവുന്നോരിൽ നിൻ ശരണത്തിൽ നീദ്രീതരാം ദാസൻ വാർത്താൻ പിഴപോക്കി നൽകിയിടുക നീ അവകാശം ശാശ്വത സുസ്ഥിരരാജ്യത്തിൽ നിൻ ശരണേ മൃതനാം ദാസനുദ്ധാനം നവ്യതയേകട്ടെ ചരമദിനം വാർത്താൻ പരിദേവന ദിവസം നെടുവീർപ്പിൻ ദിവസം തീക്തദിനം ദേവാ നൽകണമാ ശ്വാസം മരണത്തിൻ കാസാനുകരണമെല്ലാരും യൗവനമതിലായാൽ കഠിനതരം ദേവാ നൽകണമാ ശ്വാസം നിഖിലം പാഴാക്കും
മൃതി മുന്നറിവന്യേ നിപതിച്ചിന്നിവനിൽ നിന്നുദ്ധാനമിവൻ ഏകണമാ ശ്വാസം സഹജൻ രക്ഷിക്കാ സ്നേഹിതനുതകീട നിബിയേവം ചൊന്ന വാക്യം നിറവേറി തുണ ചെയ്കൻ നാഥ മൃതരാമുറ്റോർക്കായി കഷ്ടതയേൽക്കാനും മൃതിയാം നാശകനെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനും സ്തുതിതേ സകലേശ മൃതരുയർപ്പൂണ്ടിടും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. നിന്നും പാറയ്ക്കുമോ സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകുവാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സൊന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രനേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മനുഷ്യരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീക ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. ബാറയ്ക്കുമോ നിൻമുഖശോഭ ഇവനിലുദീപിക്കേണം. കാരുണ്യാദിക്കാൽ രക്ഷയുമേകണമേ. ഹല്ലേലൂയ. ബാറയ്ക്കുമോർ. നമ്മുടെ മുമ്പ് വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗലിയോനിലെ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നതുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി അവനെ സ്തുതികളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം അരുൾ ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവിടുത്തെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കട്ടെ. എല്ലാവരും ഒരു അല്പസമയം അവിടെ ഇരുന്നാട്ട്. കർത്താവിന്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുടുംബാംഗങ്ങളെ, നമ്മുടെ ഈ വത്സല പിതാവ് നമ്മിൽ നിന്ന് യാത്രയായി ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി. ഇവിടെ ഞാൻ വന്നപ്പോഴേ പ്രസംഗിച്ചുകൊണ്ടിരുന്ന രണ്ട് വൈദിക സഹോദരങ്ങളും പറഞ്ഞതുപോലെ, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട റജിയച്ചൻ കുടുംബാംഗം എന്നുള്ള തലത്തിൽ പറഞ്ഞ വലിയൊരു സാക്ഷ്യം, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ദാസനെ സംബന്ധിച്ച് അതൊരു വലിയ മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുകയാണ്. ജീവിതത്തിലെ ദൈവവുമായുള്ള ബന്ധത്തിലെ ആത്മീയമായ കാര്യങ്ങളിലുള്ള ശ്രദ്ധ, അതുവഴിയായിട്ട് നമ്മുടെ കുടുംബത്തിന് വന്നു ചേർന്ന വലിയ അനുഗ്രഹങ്ങൾ, കൃപകൾ ദൈവം എല്ലാം നൽകി അനുഗ്രഹിച്ച് നിങ്ങളെ വളർത്തുന്നതിന് ഈ പ്രിയപ്പെട്ട ദാസൻ കാരണക്കാരനായി എന്ന് വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ കൃതജ്ഞതയോടും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. നാം ദൈവമക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാരെ, നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും നമസ്കാരങ്ങളിലും നാം ഓർക്കണം. അതെ, ദൈവപൈതങ്ങളായി തീരാൻ നമ്മെ പരിശീലിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ, മാതാക്കളെ നമ്മൾ കുർബാനകളിലും നമസ്കാരങ്ങളിലും നാം ഓർക്കണം എന്നുള്ളത് അവിടുത്തെ വലിയ ആഗ്രഹമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിയദാസനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ശൈലികളും പ്രവർത്തനങ്ങളും ഈ ഇടവകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ ഏറെ അനുഗ്രഹകരമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ എപ്പോൾ വന്നാലും ഈ ഇടവകയിൽ വന്നാലും പ്രിയപ്പെട്ട ദാസന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ കുശലാന്വേഷണങ്ങളും എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ദൈവം ഈ ദാസനോട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കരുണയും കാണിച്ചു എന്നുള്ളതും നമുക്കറിയാം. പ്രിയപ്പെട്ട ദാസിയെയും മക്കളെയും അതുപോലെ തന്നെ കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും നമ്മുടെ സ്നേഹം നമ്മൾ അറിയിക്കുന്നു. നമ്മുടെ പിതാവ് നമുക്ക് നൽകിയിട്ട് പോകുന്നത് ഒരു നല്ല പാരമ്പര്യമാണ്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുകയും ദൈവിക കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്ന മഹത്തായ കാര്യം. ഇന്ന് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
ബാഹ്യമായ ചില ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതിലപ്പുറമായി നമ്മുടെ തൊലിപ്പുറത്തിൽ അപ്പുറമായിട്ട് ഇതൊന്നും പ്രവേശിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി നിന്നാലും ദൈവാലയത്തിലെ ആരാധനയിൽ സന്തോഷത്തോടെ പങ്കുചേർന്നാലും പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിന് പകരം എതിർ സാക്ഷികളായിട്ട് തീരുന്നത്. ഈ മകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ താൻ പഠിച്ചതും പരിശീലിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതും നാം ഇവിടെ സന്തോഷത്തോടും നന്മയോടും കൂടി ഓർക്കുകയാണ്. അതിൻ്റെ നന്മയാണ് ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട മക്കള്, നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ദൈവം നിങ്ങളിലൂടെ ഒത്തിരിയേറെ നന്മകൾ തുടർന്നും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ പ്രിയപ്പെട്ട പിതാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ട ദാസൻ്റെ മത്സല മക്കള്, അവരെ 3 പേരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബിജുവും സജിയും അതുപോലെ തന്നെ പ്രിയ മകളും അവരെല്ലാവരെയും പ്രത്യേകം നമ്മുടെ സ്നേഹം അറിയിക്കുന്നു. ഇവിടെ സുനിലച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ സജി നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി രൂപതാ തലത്തിൽ അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ച, അല്ലെങ്കിൽ അദ്ദേഹം നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്ന ഒരു മകനാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജുവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഈ മക്കളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, അത് കുവൈറ്റിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും, അത് വളരെ ഭംഗിയായിട്ട് തുടർന്നും കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് കഴിയുന്നു ആ പരിശീലനം. സത്യത്തിൽ ഇന്ന് ഇവിടെ ഇത്രയും വൈദികരും അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ളതായ പിതാക്കന്മാരും ഒക്കെ ഇവിടെ വരുന്നതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും ഈ വത്സല പിതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രിയപ്പെട്ട മക്കളും അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ മറ്റു കുടുംബാംഗങ്ങളും സഹോദരങ്ങളൊക്കെ ചെയ്യുന്ന നന്മകളാണ്. പ്രത്യേകിച്ചും രാജുവും കുടുംബാംഗങ്ങളും ഒക്കെ നമ്മുടെ കുവൈറ്റിലൊക്കെ അവരെ ചെയ്യുന്ന അതിമനോഹരമായ ശുശ്രൂഷകളും സേവനങ്ങളും നേതൃത്വവുമൊക്കെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, പ്രിയപ്പെട്ട മക്കളെയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലൂടെ നമ്മുടെ സഭ കൂടുതൽ അനുഗ്രഹീതമാകുവാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കരങ്ങൾ കുറെ കൂടി പ്രാവർത്തികമാക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ നിങ്ങളുടെ ശുശ്രൂഷകളും കാരണമാകുന്നു എന്നുള്ളത് ഈ വത്സല പിതാവിനെ സംബന്ധിച്ച് വലിയൊരാശ്വാസമാണ്. നമ്മൾ പഠിച്ചത്, നമ്മൾ പരിശീലിച്ചത് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ദൈവം നിങ്ങൾക്കെല്ലാം അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നോമ്പിൻ്റെ വലിയൊരു അനുഭവത്തിലാണ്. 1-ാമത്തെ ആഴ്ച നമ്മൾ പിന്നിടുകയാണ്. നാം 2-ാം ആഴ്ചയിലേക്ക് കടന്നു വരികയാണ്. ഈ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിച്ചത് നിങ്ങൾക്കറിയാം, യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളും അതുപോലെ തന്നെ അവിടുന്ന് നമ്മോട് എങ്ങനെ നോമ്പും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും അനുഷ്ഠിക്കണമെന്ന് അനുശാസിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. നോമ്പെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആത്മാവിന് ഏറ്റവും വിലപ്പെട്ട സമയമാണ്. അതിലൂടെയാണ് നമ്മൾ ധന്യരാകുന്നത്. റജീഷൻ പറഞ്ഞതുപോലെ നാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവാലയത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ പടി ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ശക്തമായ ഒരു ചോദ്യം ഉണ്ടാവണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ദൈവം നമ്മുടെ ആത്മാവിനെ ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി എന്ന്. ദൈവത്തിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടവരാണ്. മരണമെന്നുള്ളത് നമ്മളെ ആരെയും അങ്ങനെ അനുവാദം ചോദിച്ച് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടുന്നില്ല. മരണമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പുതുജീവനിലേക്കുള്ള പ്രവേശനമാണ്. ഒരു കുഞ്ഞ് എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ഇരുന്ന് സന്തോഷത്തോടുകൂടി അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നോ, അതേ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ അതിൽ അവൻ എത്രമാത്രം സന്തോഷിക്കുകയാണ് അവൻ പുറത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയാകുന്ന ഗർഭപാത്രത്തിലായിരിക്കുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറമായിട്ട് മറ്റൊന്നും ചിന്തിക്കാനായിട്ട് ഒരുപക്ഷെ സാധിക്കത്തില്ല. അപ്പോഴാണ് ദൈവം ഇതാ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുന്നത്. എങ്ങോട്ടാണ്? കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യസങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി തൻ്റെ സ്നേഹിതർക്ക് വേണ്ടിയുള്ള വാഗ്ദാനം. ഇതാണ് കൂടുതൽ അനുഗ്രഹകരമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാതിരുന്നത്, നമ്മുടെ മനസ്സുകളുടെ, നമ്മുടെ ചിന്തകളുടെ അതിൽ പോലും കടന്നു വരാനായിട്ട് സാധിക്കാത്ത തരം
അത്ഭുതകരമായ ഒരു ജീവിതമാണ് നമ്മുടെ കർത്താവുമായിട്ടുള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് അത് തുടങ്ങിയെങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ആരംഭിക്കാത്തതൊന്നും അവിടെ നമുക്ക് ലഭിക്കുമെന്ന് നാം കരുതരുത്. നല്ല കള്ളൻ്റെ ഒരു പക്ഷെങ്കിൽ പല ഉപദേശങ്ങളോ സാദൃശ്യമോ ഒക്കെ പല മനുഷ്യരും അങ്ങനെ പറയാറുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നത് എത്ര അനുഗ്രഹകരമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്, ദൈവമേ, നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിയെന്ന്. കാരണം അറിയും തോറും അവിടുത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും നമ്മളുടെ ജീവിതം ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അവനെ അനുകരിക്കുവാനുമുള്ള നമ്മുടെ വലിയ ആവേശം നമുക്ക് സംലഭ്യമാകുകയാണ്. ഈ ഒരവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല ഒരു നോമ്പ്, പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിനെ സുഹൃതമുള്ളതായ ഒരവസ്ഥയിൽ ഒത്തിരിയേറെ സന്തോഷം നമ്മുടെ ആത്മാവിന് കൊടുക്കുന്ന ഒരു ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് നമ്മുടെ നോമ്പ് മാറണം. അങ്ങനെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ കൊണ്ട് നാം നിറയപ്പെടട്ടെ. പ്രത്യേകിച്ചും ഇന്ന് ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട ദാസിയെയും കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം യേശു കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ബുദ്ധി അതിലംഘിക്കുന്ന അവിടുത്തെ സമാധാനം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും നമ്മൾ നമ്മുടെ പിതാവിനെ കണ്ടുമുട്ടും. ശാന്തിയുടെ, പ്രാർത്ഥനയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവപരിപാലനയുടെ തീരത്ത് നമ്മൾ ഈ പിതാവിനെ കണ്ടുമുട്ടും. കാരണം തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ജീവിച്ച ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ദൈവം തള്ളിക്കളയത്തില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ കണ്ടുകൊണ്ട് ദൈവം പറയും, മകനെ, അനാദി മുതലേ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന സമ്മാനം നീ വന്ന് വാങ്ങുക എന്ന്. അനാദി മുതലേ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടം നീ കരസ്ഥമാക്കുക. അത് ഒഴിഞ്ഞു കാണുവാൻ അവിടുന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിനുള്ള വലിയ ഒരുക്കത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പിതാവ് യാത്രയായത്. പ്രിയപ്പെട്ട മക്കളെ, ഈ വത്സല പിതാവ് കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെ, സഭാസ്നേഹത്തിൻ്റെ, വൈദികരോടുള്ള ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ ബലത്തിൻ്റെ ഒക്കെ ശുശ്രൂഷകൾ അല്ലെ അനുഭവങ്ങൾ നിങ്ങൾ തുടർന്നും നിങ്ങൾ ചെയ്യണം. അതിലൂടെ നമ്മുടെ പിതാവ് തീർച്ചയായിട്ടും ധന്യനാവും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ, അവർ നമ്മുടെ സഹോദരി സഭകളിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളുടെ, അതുപോലെ തന്നെ മറ്റ് രൂപതകളിൽ നിന്നും നമ്മുടെ ഭദ്രാസനത്തിൽ നിന്നുമൊക്കെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെയും, അതുപോലെ തന്നെ സജിയെയും ബിജുവിനെയും അതുപോലെ തന്നെ ഈ കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നതിലുള്ള നമ്മുടെ സ്നേഹവും സന്തോഷവും അതുപോലെ തന്നെ ആദരവും ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും കാത്ത് പരിപാലിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക്. കഴിഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അളവായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ദേഹവിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മുടെ സഭയുടെ സുനഹദോസ് സെക്രട്ടറിയും തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പുമായിരിക്കുന്ന അഭിവന്യ കൂർലോസ് തിരുമേനിയോട് വന്യപിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അഭിവന്യ തിരുമേനി ഒട്ടും വിസമ്മതം കൂടാതെ സംബന്ധിക്കുകയും ഇന്ന് ഹൈറേഞ്ചിലും MCAയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടും വളരെയേറെ ക്ഷീണിതനാണെങ്കിലും കൃത്യസമയത്ത് തന്നെ ഇവിടെ കടന്നു വന്നു. അഭിവന്യ തിരുമനസിനോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഇടവകയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വന്യ ജനറാളച്ചൻ മോൺസിങ്ങോർ ആന്റണി ചെത്തുപുഴ, പപ്പായുടെ ഉറ്റ സുഹൃത്തും ആരോഗ്യമില്ലാതിരുന്ന അവസ്ഥയിലൊക്കെ ഹോസ്പിറ്റലിലൊപ്പം പപ്പായുടെ കൂടെ പോകുവാനും ഈ മനോഹരമായ ഇടവകയുടെ ശില്പി കൂടിയായ ഈ ഇടവകയുടെ സ്വന്തമായ ബഹുമാനപ്പെട്ട ആന്റണി ചെത്തിപ്പുഴ അച്ഛൻ, കടന്നു വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർ, പപ്പായുടെ സഹോദരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെജി അച്ഛൻ, റിജോ അച്ഛൻ, ബഹുമാനപ്പെട്ട മറ്റ് വൈദിക ശ്രേഷ്ഠർ, എന്നോടൊപ്പം MCYM-ന്റെ മേഖലാ ഡയറക്ടർ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോസ് തൈപ്പറമ്പൽ അച്ഛൻ, ഇടവകയുടെ മുൻവികാരിയായിരുന്ന അനാരോഗ്യത്തിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട കോട്ടയിൽ അച്ഛൻ,
അന്നേ സുനിലച്ഛൻ, എൻ്റെ സുഹൃത്തായിരിക്കുന്ന ജോസച്ചൻ, ഞങ്ങളുടെ പുതിയ വികാരിയായിരിക്കുന്ന കുര്യൻ കിഴക്കേക്കരയച്ഛൻ, ബഹുമാനപ്പെട്ട കോട്ടപ്പുറത്തച്ഛൻ, കഴിഞ്ഞ ദിവസം ചാർജ് വിട്ടുപോയിരിക്കുന്ന ബഹുമാനപ്പെട്ട സാബു കുളങ്ങരയച്ഛൻ, ഏതെങ്കിലും വൈദിക ശ്രേഷ്ഠരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും വിവിധ സഭകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞങ്ങളെ സമാശ്വസിപ്പിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഒറ്റ വാക്കിൽ ഞാൻ അവർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ജ്യേഷ്ഠനും പപ്പായുടെ അനുജനുമായ രായ്ച്ചാനും ബിജുവുമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന കുവൈറ്റിലെ മലങ്കര സഭാ സമൂഹം, അവിടെയുള്ള മലയാളി സമൂഹം, അതോടൊപ്പം യുടെ ദേവാലയത്തിലുള്ള ശുശ്രൂഷകൾ അവസാനിക്കുവാനായിട്ട് പോകുകയാണ്. അതിനു മുമ്പായി സജി എല്ലാവർക്കുമായിട്ട് നന്ദി പറഞ്ഞു എന്ന് വരികിലും പുതുതായി ഇടവകയുടെ വികാരിയായി ചാവതെടുത്ത എൻ്റെയും ഒരു ഉത്തരവാദിത്വമാണല്ലോ അഭിനന്ദ പിതാവിനെയും വൈദികരെയും മറ്റെല്ലാവരെയും ഓർക്കുക, അവർക്ക് ഒരു വാക്ക് നന്ദി പറയുക എന്നുള്ളത്. ബേബിശായൻ്റെ വേർപാട് ഈ ഇടവകയ്ക്ക് ഏറെ ദുഃഖം പകരുന്നുണ്ട് എന്ന് ഇവിടെ പറഞ്ഞ എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു ക്രിസ്ത്യാനി, നല്ല ഒരു കത്തോലിക്കൻ, ഈ 3 വാക്കുകൾ മാത്രമേ എനിക്ക് ബേബിശായനെ പറ്റി പറയുവാനായിട്ടുള്ളൂ. അതാണ് എല്ലാവരും ഇവിടെ ഉദ്ഘോഷിച്ച് പറയുവാനായിട്ടിടയായത്. തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനം പോലും പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരാധ്യാത്മിക നിറവിൻ്റെ ഉടമയായി ഈ ലോകത്തിൽ ജീവിച്ചു എന്ന് വരികിൽ അത് മക്കൾക്കും അതുപോലെ തന്നെ കൊച്ചുമക്കൾക്കും തന്നോട് ഇടപെട്ടിട്ടുള്ള മറ്റെല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ സാധിച്ചു. അങ്ങനെ ധന്യമായൊരു ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. നമുക്ക് ദൈവകാര്യങ്ങളിൽ ഈ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. ഈ മതസംസ്കാര ശുശ്രൂഷയിൽ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നത് തിരുവല്ല അതിരൂപതയുടെ അഭിവന്യ തോമസ് മാർ കോറിലോസ് മെത്രാപ്പൊലീത്തയാണ്. കുടുംബത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യപ്രകാരം അഭിവന്യ പിതാവ് ഇവിടേക്ക് വന്നു. ഹൈറേഞ്ചിൽ നിന്നാണ് വന്നത്. സമയത്ത് തന്നെ അഭിവന്യ പിതാവ് വന്ന് ശുശ്രൂഷകൾ നിർവഹിച്ചു. അത്യാവശ്യമായി ചില കാരണങ്ങൾ കൊണ്ട് അഭിവന്യ പിതാവ് പോയിരിക്കുകയാണ്. എന്തുവരികിലും ഈ ഇടവകയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദിയും ആദരവും അഭിവന്യ പിതാവിനെ അറിയിക്കുന്നു. അതുപോലെ ധാരാളം വൈദികര് ഈ ശുശ്രൂഷയിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും പേരുകൾ സജി പറഞ്ഞു വന്നു വരികിലും ഒരിക്കൽ കൂടി ഞാൻ അനുസ്മരിക്കട്ടെ. ജോർജ് കോട്ടപ്പുറമച്ചൻ, സുനിൽ മാരാങ്കണ്ടത്തിലച്ചൻ, എബ്രഹാം തൈപ്പറമ്പിലച്ചൻ, തോമസ് കോട്ടയിലച്ചൻ, റെജി മാത്യു അച്ചൻ, ജോസ് എഫ്രാമച്ചൻ, സാബു കുളങ്ങര അച്ചൻ, രഞ്ജു ഫിലിപ്പച്ചൻ, ഫിലിപ്പ് ഈശോ അച്ചൻ, ഈ ബഹുമാനപ്പെട്ട വൈദികര് ഇപ്പോൾ നമ്മോടുകൂടിയുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമീപത്തുള്ള ദേറായിലെ
ബഹുമാന്റെ ബേബി അച്ഛൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അച്ഛനെയും ഈ തരുണത്തിൽ ഓർക്കുകയാണ്. കുടുംബത്തിൽ ധാരാളം വൈദികർ കടന്നു വന്നു, അവരെ പ്രാർത്ഥിച്ചു, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ കടന്നു വന്നു, സഭയുടെ നേതാക്കന്മാര് കടന്നു വന്നു, അവരെ എല്ലാവരെയും ഓർക്കുന്നു, അവർക്ക് നന്ദി പറയുന്നു. ഈ ഇടവകയിൽ നിന്നല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, ഇടവകളിൽ നിന്ന് ബേബിച്ചാനുള്ള സ്നേഹവും ആദരവും ബഹുമാനവും സമർപ്പിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ബന്ധുമിത്രാദികള്, കൂട്ടുകാര്, നാട്ടുകാര്, ഇങ്ങനെ ധാരാളം ആളുകള് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് ഓർക്കട്ടെ. ഇടവകയുടെ കമ്മിറ്റി അംഗങ്ങള്, ഇടവക ജനങ്ങള്, അവരാണ് ഈ കാര്യത്തിനെല്ലാം നേതൃത്വം കൊടുത്തത്. അതോടൊപ്പം ഈ ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇന്നലെയും ഇന്നുമെല്ലാം ആയിരുന്നുകൊണ്ട് ആ കുടുംബത്തോടൊത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നു. ഇടവകയിലുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി പറയുകയുമാണ്. ഇനിയും ഖബറടക്ക ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഇപ്പോൾ ലുത്തിനിയ പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട കോട്ടപ്പുറം അച്ഛനും സുനിലച്ഛനും ഇപ്പോൾ ലുത്തിനിയ പ്രാർത്ഥന നടത്തുന്നതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നാം എല്ലാവരും ഭംഗിയായി നിന്ന് സങ്കടപൂർവം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുരിയേലായിസോനെന്ന് ഏറ്റു ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും ആത്മശരീരങ്ങളുടെ ദൈവവുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് അതീതനാകിയില്ല. പ്രത്യുത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളിച്ചെയ്ത മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുൻപ് അനുദപിക്കണം എന്ന് ഞാൻ സമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ ആകൽ കറുസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോടും ചേർന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവാൻ ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ നിന്റെ ഉയർപ്പിന്റെ ശോഭയുള്ള രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുരിയേലൈസോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുരിയേലൈസോൻ, കുരിയേലൈസോൻ, കുരിയേലൈസോൻ.
ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം താൽക്കാലിക ജീവിതത്തിന് യാത്രയായി ദാസന് നിന്റെ സ്വർഗീയ സേനയുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ ശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഇവൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധരോട് കൂടിയുള്ളാണെന്നും ഇവനെ നൽകണമേ. ഇവൻ സന്തോഷപൂർവ്വം നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോൾ എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും പോരാട്ടത്തിനുള്ള വിമുക്തിക്കും വിശുദ്ധരോടുകൂടിയുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യവനായി തൈലം ഒഴിക്കപ്പെടുന്നു. ബസ്മോദാബോ വദറൂഹായോ കാദീശ്ലായേ ദലോലം വൽമീ. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരിച്ചേരും. വീണ്ടും നീ നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നീ അറിയിച്ചത് പ്രകാരം കർത്താവേ, തിരുകിരമിതാ നിറവേറിയിരിക്കുന്നു. പെട്ടിയുടെ മൂടി എടുത്തോണ്ട് വരിക. പെട്ടിയുടെ മൂടി എടുത്തോണ്ട് വരിക. അവിടെ പുറയിലിപ്പുണ്ട്. വത്സലരേ ദൂര ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നില്ലാരും ദൈവികമാ
ശുഭം വാണിടുവിൻ. ലോകമായന്മാർക്കില്ല ഗുണം കാലം മൂലം. ജഗദീരക്ഷകന മിശിഹാനൃപനൻ പേർക്ക് ആൾവീട്ടതിനാൽ വേഗം ഞാൻ പോയിടുന്നു. കൈ പൊക്കി കൊടുക്ക. കൈ പൊക്കി കൊടുക്ക, താങ്ങി കൊടുക്ക. കർത്താവിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നാഥൻ വന്നു മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയും സ്വീകൃതനാവാൻ അർത്ഥിപ്പിൻ നിങ്ങൾ. കോഴയതന്നെ ദുഷ്ടന ശിഷ്ടനെയും നിഹനിക്കും മരണം. സ്ഥാപിച്ചോൻ ധന്യൻ, ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. നിൻവരവധി ധന്യം സഭയും സുതരും സ്തോത്രം പാടുന്നു. താതന്നും സുതനും പരിശുദ്ധാത്മനും. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവൻ, ഞങ്ങളുടെ പുനരുത്ഥാനത്തിനായി വരുവാനിരിക്കുന്നതിനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗ്രഹത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ശരണവുമേ എനിക്ക് സ്തുതി. ബാറിക്കുമോ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്ന പോലെ മൺമേരുമായ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ആലപിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ നിന്നെയും, യേശുമിശിഹായെ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ നിന്നെയും, പരിശുദ്ധ റൂഹായുടെ കൂടെ നിന്റെ മഹത്വത്തിന്റെ വലിപ്പനിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുത്രനും മദനവും ലോകത്തിന്റെ ഭാഗത്തെ ഭവിച്ചതിനും വഹിക്കുന്നതിനുമായ ദൈവകുഞ്ഞാടായിരിക്കും ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ ഭാവത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമേ, നിന്റെ ചെവി അയച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത് ഭാഗത്ത് മഹത്തോടെ ഇരിക്കുന്നതിനായുള്ളവേ, ഏതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, പരിശുദ്ധ റൂഹായുടെ കൂടെ യേശുമിശിഹായായ നീ മാത്രം കർത്താവാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം. ആമീൻ. കാലമെല്ലാ സമയത്തും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ
നിനക്ക് മേഘത്തിനും ജീവനുള്ള പരിശുദ്ധ റൂഹായും പുകഴ്ചയാകുന്നു, അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും. കരുണയുടെ വാതിൽ ഞങ്ങൾ നേരെ അടയ്ക്കരുതേ കർത്താവേ. ഞങ്ങൾ പാപികളാകുന്നു, നീ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാവണമേ കർത്താവേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകാനായി നിന്റെ സ്നേഹം നിന്റെ അടുത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേറിക്കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാർക്കുമോ ശുഭഹോലാബോലബുറോവൽ റൂഹു കാദീശോ മെൻവോലം വാദാമെൻവോലം വല്ലീനമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര് നിൻ ജീവസ്വരമുണർത്തണമേ. കബറിഞ്ഞമ്പറുദീസായിക്കായി സ്തൗമൻ കാലസ്കുറിയേലായി ഉയരുന്നോൻ രാജാവിരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തി അവരവരുയരോടെഴുന്നേറ്റു ഉയരേകും നീന്നെ സ്തുതി ചെയ്തിടുന്നു ബാർക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ രംഗത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താന്നരുളിന്ന മഹത്വം മുറിയോറാകി മേലൈനോ മരമതിനീരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടിടേണം. സത്യാവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവോചിതമായ വിധം മിശിഹായിൽ ശരണപ്പെട്ട് ഇത് പ്രാപിച്ചിരിക്കുന്ന നിന്റെ ഈ ദാസനെ ദൈവം തന്റെ മനകരങ്ങളാൽ സ്വീകരിക്കുവാൻ നിന്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഇവനെ പ്രദാനം ചെയ്യട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർത്തിട്ടില്ലാത്തതുമായി ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവിനെ പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഇവന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഇവൻ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചുകളയുമാറാകട്ടെ. സമൃദ്ധമായ തന്റെ കരുണയുടെ ബഹുലത നിമിത്തം താൻ അവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഇവന്റെ പേരും താൻ കരുണ ചെയ്യണമേ. ഇവന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മിശിഹാ തമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകണമേ. വത്സല സഹോദരനെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവിൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായ നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന ലോകാരംഭത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സുഖരാജ്യം അനുഭവിച്ചു കൊള്ളുവിനെന്നരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള സന്നദ്ധത്തോട് വെളുത്ത് പ്രാപിച്ച ഈ ഭക്തനായ ദാസനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച് നിങ്ങളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങൾ മരിച്ചുപോയ വിശ്വാസികളെയും ആശുപണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവയെ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നതമായ സിംഹാസനവും കേൾക്കപ്പെട്ടേയും അംഗീകരിക്കപ്പെട്ടേയും ആക്കി തീർക്കണമേ. അടുത്ത ബന്ധുക്കള് വന്ന് കുരിശുമുത്തുക. അതിനുശേഷം
ചെറിയൊരു ചായ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലെല്ലാവരും സംബന്ധിക്കണമെന്ന് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നു.